കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനത്തിനടുത്തായിട്ട് 10 സെന്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് ഫുൾ ഫർണിച്ചറോട് കൂടി ഒരു വീട് വിൽപ്പനയ്ക്ക്. ഫുൾ ഫർണിച്ചർ എന്തൊക്കെയാണ് ഫർണിച്ചർ എന്ന് നമുക്കൊന്ന് നോക്കാം. 3 ബെഡ്റൂമിലും ക്വീൻ സൈസ് തേക്കിൻ തടി കൊണ്ടുള്ള കട്ടില്, അതുപോലെ തന്നെ തേക്കിന്റെ തടി കൊണ്ടുള്ള ഒരു ഡൈനിങ് ടേബിള്, ചെയറുകള്, അതുപോലെ തന്നെ ഒരു സോഫ സെറ്റ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ കർട്ടൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫുൾ പണി ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണാം, സ്വന്തമാക്കാം. ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രം. വെള്ളപ്പൊക്ക ഭീഷണി ഇല്ല എന്നുള്ളതും കിണർ വെള്ളം എപ്പോഴും ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ കൊള്ളാവുന്ന അടിപൊളി വീടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചയ്ക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഈ വീട് കോട്ടയം ജില്ലയിൽ പല ഭരണങ്ങാനത്തിന് സമീപത്താണ്. 10 സെന്റ് സ്ഥലവും ഈ വീടും കൂടിയാണ്. കാർ പോർച്ച് നമ്മൾ കണ്ടു. എക്സ്ട്രാ ഒരു കാർ പോർച്ച് പോലെ ബൈക്കൊക്കെ കയറ്റി വെക്കാവുന്ന രീതിയിൽ ഉള്ളൊരു പോർച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് കിണർ ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള നല്ലൊരു കിണറാണ്. ഈ കിണറിൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് കിണർ. എന്നാൽ വീട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തല്ല. അപ്പോൾ വാഹനമൊക്കെ കയറ്റി തിരിക്കുവാനൊക്കെ ആയിട്ട് ഈസി ആയിട്ട് 4-5 വണ്ടികൾ കയറ്റി ഇടുവാനും അതുപോലെ തന്നെ മുറ്റത്ത് തിരിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. ഫ്രണ്ട് ഡോറ് തേക്കാണ്, അകത്തെ ഡോറുകൾ തേക്കാണ്, ബാക്ക് ഡോറ് തേക്കാണ്. അപ്പോൾ അങ്ങനെ തേക്കിൻ തടി കൊണ്ട് തന്നെ കബോർഡ് വർക്കുകൾ തേക്കാണ്. അപ്പോൾ തേക്കിൻ തടി കൊണ്ട് തന്നെ എല്ലാ പണികളും തീർത്തിരിക്കുന്ന കട്ടളം മുഴുവൻ ആഞ്ഞിലി, ബാക്കി മുഴുവൻ തേക്ക്. ഈ ഫർണിച്ചറുകളെല്ലാം തേക്കിൻ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. മുഴുവൻ ലൈറ്റുകൾ, ഫാനുകൾ, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വീകരണ മുറിയിൽ സോഫ സെറ്റ് നമ്മൾ കണ്ടു. ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളും 6 ചെയറുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിളും ചെയറുകളും എല്ലാം സെറ്റ് ചെയ്ത് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂമിലും ക്വീൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്, കട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫർണിച്ചറുകളും നമുക്കിപ്പോൾ കാണാൻ തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ്. ആ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് നമ്മുടെ തേക്കിൻ തടി കൊണ്ടുള്ള കട്ടിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഹാളിലും ഡൈനിങ്ങിലും എല്ലാം കർട്ടൻ ചെയ്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഭംഗിയാക്കി. ഇനി ഒന്നും ചെയ്യാനില്ല, പാത്രങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി കയറി താമസിക്കാൻ, വേറെ ഒന്നുമില്ല. എല്ലാ ഫർണിച്ചറോടും കൂടി ലഭിക്കുന്നത് കൊണ്ട് ഇനി ഫർണിച്ചറും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതും പുതിയ ഫർണിച്ചറുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നതെല്ലാം തേക്കിൻ തടി കൊണ്ട്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെറ പോലെയുള്ള കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ബാത്റൂം ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നത്. എക്സോസ് ഫാൻ സഹിതം എല്ലാം ബാത്റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് മീനജൽ ഹോംസ്. നിങ്ങൾക്ക് ഏത് പ്രൊഫൈലാണെങ്കിലും ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണ്, അല്ലാത്തവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ലോൺ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള മിറർ. ഭരണങ്ങാനം നമുക്കറിയാം, തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനത്ത് ഇത്രയും 10 സെന്റ് സ്ഥലത്തിൽ ഇത്രയും ഫർണിച്ചറോട് കൂടി തന്നെ ഈ വിലയ്ക്ക് ഇതുപോലെ നല്ലൊരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ, നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കബോർഡുകൾ, വീണ്ടും 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡുകളാണ് നമ്മൾ കാണുന്നത്. പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുക. വില്ല പോലെ തൊട്ടടുത്തടുത്ത് വീടുകൾ താല്പര്യമില്ലാത്തവർക്കും ഏറ്റവും ഉചിതമാണ് ഈ വീട്. കാരണം തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്, എന്നാലും വില്ല പോലെ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വീടുകളല്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഭരണങ്ങാനം ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 700 മീറ്റർ ദൂരം മാത്രമാണ്. ഭരണങ്ങാനം പള്ളി, ടൗണ്, അമ്പലത്തിലേക്കൊക്കെ പോകണമെന്നുള്ളവർക്കും അവർക്കും ഒരു 700 1 കിലോമീറ്ററിനടുത്ത് പോയി കഴിയുമ്പോൾ അമ്പലമൊക്കെയായി.
അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാം കുടക്കീഴിൽ ആക്കിക്കൊണ്ട് കടകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ, ബസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ICC സിലബസിലുള്ള സ്കൂള്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ ലഭിക്കാവുന്നതും എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലും ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുക. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്ത ഒരു ഏരിയയിലുമാണ്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്ത് റോഡാണ് ഈ വീടിൻ്റെ മുന്നിലൂടെ പോകുന്നത്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പോകുന്നു. ഡൈനിങ് ഹാളിൻ്റെ സമീപത്ത് തന്നെയായിട്ടാണ് കിച്ചൺ വന്നിരിക്കുക. എല്ലായിടത്തും കർട്ടൻ വർക്കുകൾ ചെയ്തുകൊണ്ട്, എല്ലാ കബോർഡ് വർക്കുകളും നല്ല ഭംഗിയായിട്ട് തേക്കിൻ തടി കൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഭരണങ്ങാനത്ത് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുക. അപ്പോൾ പൂഞ്ഞാർ മേഖലയിൽ നിന്നൊക്കെ വീട് ചോദിക്കുന്നവർ, അതുപോലെ തന്നെ തൊടുപുഴ മേഖലയിൽ നിന്നൊക്കെ ചോദിക്കുന്നവർ ഒത്തിരി പേര് ഭരണങ്ങാനം ഭാഗം ചോദിക്കാറുണ്ട്, ഇടുക്കിക്കാരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉചിതമായൊരു ലൊക്കേഷൻ തന്നെയാണ് ഇടുക്കി. വാഗമൺ, ഇടുക്കിയൊക്കെ പോകുവാനൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ പൂഞ്ഞാർ മേഖലയിലേക്കൊക്കെ കൂടുതൽ സ്ഥലമൊക്കെ അവർക്ക് അവിടെ ഉണ്ടെങ്കിൽ പോകുവാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ആണ് ഈ ലൊക്കേഷൻ എന്ന് പറയുക. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് വരേണ്ട പോയിൻ്റാണ്. അത് വേണമെന്നുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ വീട്, തേക്കിൻ തടികളാൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറ്, ബാക്ക് ഡോറുകൾ, അകത്തെ ഡോറുകൾ, തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, തേക്ക് കൊണ്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെ 69 ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് ലീഗലി എല്ലാം പെർഫെക്റ്റായ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.